നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF സർക്കാരിന്റെ 2026-27 ജനകീയ ബഡ്ജറ്റ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചു. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഉണർവേകുന്ന ബഡ്ജറ്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. അക്ഷരകരുത്തിന്റെ കഥ പറഞ്ഞ് ജില്ലാ കളക്ടർ ദേശീയ വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു. മാണിക്കത്ര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. UDF സർക്കാരിന്റെ 2026-27 ജനകീയ ബഡ്ജറ്റ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചു. പ്രിയദർശിനി ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ യാത്രയ്ക്ക് 600 കോടിയും മത്സ്യവിപണനം നടത്തുന്ന സ്ത്രീകൾക്ക് ഷീ സ്കൂട്ടർ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയ്ക്ക് 20 കോടിയും കേരള നോളജ് വാലിക്ക് 100 കോടി, ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടി, വയോജന വകുപ്പ് പ്രവർത്തനത്തിന് 10 കോടി, തൊഴിലുറപ്പിന് 1422.6 കോടി, പട്ടികവർഗ മേഖലയ്ക്ക് 152.2 കോടി രൂപ, ന്യൂജൻ ടെക് വികസനത്തിന് 50 കോടി, വനം വന്യജീവി വകുപ്പിന് 243.85 കോടി, ക്ഷീരവികസനത്തിന് 102.88 കോടി, ആശാ അങ്കണവാടി വേതന വർധനവിന് 66.2 കോടി, വിനോദസഞ്ചാര മേഖല വ്യവസായവൽക്കരിക്കുവാൻ 325.36 കോടി, ഗ്രാമവികസനത്തിന് 2138 കോടി, നഗരവികസനത്തിന് 997.88 കോടി, റാഗിംഗ് തടയുവാൻ സിദ്ധാർത്ഥ് സ്റ്റുഡൻസ് ആപ്പ്, പുതിയ 2 മെഡിക്കൽ കോളേജ്, കൂടാതെ കാർഷിക മേഖലാ വികസനത്തിന് 1534.58 കോടി, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 232 കോടി, തൃശൂർ തേക്കിങ്ങാട് മൈതാനം നവീകരിക്കുവാൻ 10 കോടി, തൊഴിൽ മേഖലയ്ക്ക് 659.46 കോടി, കശുവണ്ടി മേഖലയ്ക്ക് 56 കോടി, കേരള ഹെൽത്ത് ആൻഡ് സയൻസ് സിറ്റിക്ക് 100 കോടി, സലിം കുമാർ സ്മാരകത്തിന് 1 കോടി, കൾച്ചറൽ പാർക്ക് 50 കോടി, സംഗീത അക്കാദമി 5 കോടി, കായിക യുവജനക്ഷേമത്തിന് 175.77 കോടി, കൂടാതെ സ്വകാര്യ ബസ് മേഖലയ്ക്ക് നികുതി ഇളവ് അനുവദിക്കും. ഇതാണ് UDF സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റിൽ ഒറ്റനോട്ടത്തിൽ കാണാവുന്നത്. സർ, കേരള സംസ്ഥാനത്തിന്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്.
സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTPയുടെ 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 6.35%, 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTPയുടെ 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നു മാത്രം ഉൾപ്പെടുത്തിയ പദ്ധതികൾ. തൃശൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം സൗന്ദര്യവൽക്കരണം 1ാം ഘട്ടം 10 കോടി. ജോൺസൺ മ്യൂസിക് അക്കാദമി മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും 5 കോടി. സെന്റ് തോമസ് കോളേജ് റോഡ്, കിഴക്കുംപാട്ടുകര PWD റോഡ് വികസനം അടങ്കൽ തുക 50 കോടി. അശ്വിനി, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം എന്നീ ജംഗ്ഷനുകളെ ഉൾപ്പെടുത്തി ഫ്ലൈ ഓവർ നിർമ്മാണം 1ാം ഘട്ടം തുക 150 കോടി. നിരന്തര അപകടങ്ങളും അപകട മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന മുണ്ടുപാലം ജംഗ്ഷന്റെ സമഗ്ര വികസനത്തിനും ആധുനിക ട്രാഫിക് സിഗ്നലിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനും അടങ്കൽ തുക 5 കോടി. തൃശൂർ മുതൽ മണ്ണുത്തി വരെ മോഡൽ റോഡ് നിർമ്മാണം 1ാം ഘട്ടം അടങ്കൽ തുക 10 കോടി. തൃശൂർ മൃഗശാല പുത്തൂർക്ക് മാറ്റിയ സാഹചര്യത്തിൽ പഴയ മൃഗശാല പുതിയ കോൺക്രീറ്റ് നിർമ്മാണങ്ങളില്ലാതെയും നിലവിലുള്ള മരങ്ങൾ മുറിക്കാതെയും ബോട്ടാനിക്കൽ ഗാർഡനും പാർക്കുമായി സംരക്ഷിക്കുവാനുള്ള പദ്ധതി അടങ്കൽ തുക 20 കോടി. പൂങ്കുന്നം ജംഗ്ഷൻ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് അടങ്കൽ തുക 5 കോടി. തൃശൂർ പുല്ലഴിയിൽ നിന്നും വെങ്കിടങ്ങിലേക്കുള്ള റോഡ് ടാർ ചെയ്യുന്നതിനും മറ്റു നവീകരണ പ്രവർത്തനങ്ങൾക്കുമുള്ള പദ്ധതി അടങ്കൽ തുക 5 കോടി. തൃശൂരിന്റെ ഭാവി ഗതാഗത വികസനത്തിന് നിർണായകമായ പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പദ്ധതി അടങ്കൽ തുക 20 കോടി. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണത്തിനുള്ള പ്രത്യേക പദ്ധതി അടങ്കൽ തുക 10 കോടി. വടൂക്കര റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അടങ്കൽ തുക 15 കോടി. തൃശൂരിന്റെ പ്രധാന വ്യാപാര ഗതാഗത കേന്ദ്രമായ MG റോഡിന്റെ നവീകരണം, റോഡ് വീതി വർദ്ധിപ്പിക്കൽ, ആധുനിക നടപ്പാതകൾ, ഡ്രൈനേജ് സംവിധാനം, തെരുവ് വിളക്കുകൾ എന്നിവ ഉൾപ്പെടുത്തി സമഗ്ര വികസനം അടങ്കൽ തുക 15 കോടി. തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനും വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനുമായി പടിഞ്ഞാറേക്കോട്ട ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി അടങ്കൽ തുക 60 കോടി. തൃശൂർ അയന്തോൾ പുഴയ്ക്കൽ മോഡൽ റോഡ് 4ാം ഘട്ടം പൂർത്തീകരിക്കുവാൻ അടങ്കൽ തുക 1 കോടി. തൃശൂർ കൊച്ചി ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റുന്നതിനും സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിനും കൂടാതെ കുട്ടികൾക്ക് ആഭരണ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രത്യേക പദ്ധതി അടങ്കൽ തുക 10 കോടി. ഈ പദ്ധതികൾ കൂടാതെ മുൻ MLAയുടെ കാലയളവിൽ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള മുഴുവൻ പദ്ധതികളും തുടരുന്നതാണ്. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഉണർവേകുന്ന ബഡ്ജറ്റെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഉറങ്ങിക്കിടന്നിരുന്ന തൃശൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഉണർവേകുന്ന ബഡ്ജറ്റാണ് വി.ഡി. സതീശൻ സർക്കാരിന്റേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതിൽ മൺമറഞ്ഞുപോയ സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള സംഗീത അക്കാദമി തൃശൂരിന്റെ ദീർഘനാളായുള്ള ആവശ്യവും സ്വപ്നവുമായിരുന്നു. പുതുയുഗ യാത്ര തൃശൂരിലെത്തിയ വേളയിൽ സാംസ്കാരിക സംഗീത പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ അത് നടപ്പാക്കുമെന്നും വി.ഡി. സതീശൻ അവർക്ക് ഉറപ്പു നൽകിയിരുന്നതാണ്. ആ വാക്കാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തൃശൂരിന്റെ മുഖമുദ്രയായ തേക്കിൻകാട് മൈതാനത്തിന്റെ നവീകരണത്തിനും പ്രഥമ പരിഗണന നൽകി 10 കോടി രൂപ അനുവദിച്ച UDF ഗവൺമെന്റിനെ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. തൃശൂർ കൊച്ചി ഹോൾഡ് ഹബ് വ്യവസായിക രംഗത്ത് നിർണായകമായ പല മാറ്റങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ പര്യാപ്തമാണ്. സ്വർണ്ണാഭരണ രംഗത്ത് തൃശൂർ ജില്ലയ്ക്ക് തനതായ വ്യക്തിമുദ്രയുണ്ട്. അതിനുള്ള അംഗീകാരമാണ് UDF സർക്കാർ അനുവദിച്ചിരിക്കുന്ന തൃശൂർ കൊച്ചി ഗോൾഡ് ഹബ്. ഇതിലൂടെ തൃശൂരിന്റെ സമ്പദ്ഘടനയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. നിരവധി മനുഷ്യർ തൊഴിൽ ചെയ്യുന്ന മേഖല എന്ന നിലയിലും UDF സർക്കാരിന്റെ ഈ പിന്തുണ നിരവധി മനുഷ്യരുടെ ജീവിതത്തിന് താങ്ങും തണലുമായി മാറും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച വന്യജീവി മനുഷ്യ സംഘർഷം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള തുകകൾ മലയോര ജനതയോടുള്ള UDF സർക്കാരിന്റെ കരുതലായി മാറി.
കോൾ നിലങ്ങൾ നിരവധിയുള്ള തൃശൂരിനെ കാർഷിക മേഖലയ്ക്കായി നീക്കിവച്ചിട്ടുള്ള വിഹിതം ആശ്വാസകരമാണ്. നെല്ല് കർഷകർക്കും മറ്റ് കാർഷിക വിളകളുടെ ഉൽപാദകർക്കും വലിയ സന്തോഷവും ആത്മവിശ്വാസവുമാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ നൽകാൻ കഴിഞ്ഞിരിക്കുന്നത്. നവീനമായ സംരംഭങ്ങൾക്ക് ബഡ്ജറ്റിലൂടെ സർക്കാർ തൊഴിൽ നൽകിയിരിക്കുന്ന പ്രോത്സാഹനവും ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും ഗുണകരമാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയെ ഉത്തേജിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിന്റെ മാറ്റുകൂട്ടുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായ തൃശൂരിനെ അഭിമാനകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുവാൻ ഈ ബഡ്ജറ്റ് അവസരമൊരുക്കുന്നു. സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്കും മികച്ച പിന്തുണ നൽകുന്ന നീക്കിയിരുപ്പുകളും വരും നാളുകളിൽ തൃശൂരിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റങ്ങൾക്കും പ്രതീക്ഷ നിർഭരമായ ചുവടുവെപ്പാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് വട്ടപൂജ്യവും ശൂന്യവുമായ ബഡ്ജറ്റാണെന്നും LKG നിലവാരം പോലും ഇതിന് ഇല്ലെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രകടന പത്രികയുടെ ആവർത്തനം മാത്രമാണ് ബഡ്ജറ്റെന്നും മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗം UDFന്റെ ഒരു കവല പ്രസംഗത്തോട് ഉപമിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാരിൽ നിന്ന് പുതിയ സാമ്പത്തിക നയങ്ങളും വികസന കാഴ്ചപ്പാടുകളും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ബഡ്ജറ്റിൽ യാതൊരു പുതുമയോ വിസ്മയമോ ഇല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. LDFും UDFും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ലെന്നും CPMൽ നിന്ന് കോൺഗ്രസിന് യാതൊരു വ്യത്യസ്തതയും ഇല്ലെന്ന കാര്യം ബഡ്ജറ്റ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിൽ വികസനവും ജനക്ഷേമ പദ്ധതികളും മുന്നോട്ടു പോകുന്നത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയിലൂടെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ വാഗ്ദാനങ്ങൾ ബജറ്റിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും പല പദ്ധതികൾക്കും ആവശ്യമായ ധനസമാഹരണ മാർഗങ്ങൾ വ്യക്തമായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുവസംരംഭകർക്ക് പലിശരഹിതമായി 5 ലക്ഷം രൂപ വായ്പ നൽകുമെന്ന വാഗ്ദാനം ഉൾപ്പെടെ പ്രധാന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുവാൻ ആവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ ബജറ്റ് മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ബജറ്റ് ഗൗരവമായി പരിഗണിച്ചിട്ടില്ല എന്നും കൃഷ്ണദാസ് ആരോപിച്ചു. കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന സഹായം കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പിന്തുണയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. പത്രസമ്മേളനത്തിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനൂത്ത് പറമ്പിൽ, അബിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു LKG നിലവാരം പോലും ഈ ബജറ്റിനില്ല. കോൺഗ്രസ് അവതരിപ്പിച്ച പ്രകടന പത്രികയുടെ ആവർത്തനമായി ഈ ബജറ്റ് മാറിയിരിക്കുന്നു. സത്യത്തില് ഒരു UDFന്റെ കവല പ്രസംഗത്തോട് ഉപമിക്കാൻ പറ്റുന്നതായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം. മാത്രമല്ല, ഒരു പുതിയ സർക്കാരിൽ നിന്ന് നമ്മൾ പുതിയ സാമ്പത്തിക നയ സമീപനങ്ങളാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് വിസ്മയം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഈ ബജറ്റിൽ ഒരിടത്തും വിസ്മയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നതൊക്കെ വിസ്മരിക്കുകയാണ് ചെയ്തത്. വിസ്മയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുൻപ് പറഞ്ഞതൊക്കെ മുഖ്യമന്ത്രിയും കോൺഗ്രസും വിസ്മരിച്ചു. LDFിൽ നിന്ന് യാതൊരു വ്യത്യസ്തതയും UDFിനില്ല. CPMൽ നിന്ന് യാതൊരു വ്യത്യസ്തതയും കോൺഗ്രസിനില്ല. ഇത് രണ്ടും രണ്ടല്ല ഒന്നാണെന്ന് ആവർത്തിച്ച് മലയാളികളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഇനി മലയാളികൾ ഈ UDF സർക്കാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അത് വികസനമായാലും ജനക്ഷേമമായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനവും ജനക്ഷേമവും അല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഈ ബജറ്റിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ജോൺസൺ ഫൗണ്ടേഷൻ.
സംഗീത ഇതിഹാസം ജോൺസൺ മാസ്റ്ററുടെ സ്മരണാർത്ഥം തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ ജോൺസൺ ഫൗണ്ടേഷൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അക്കാദമിക്ക് വേണ്ടി ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയ മുഖ്യമന്ത്രി വി ഡി സതീഷിന്റെയും സർക്കാരിന്റെയും തീരുമാനത്തിൽ ജോൺസൺ ഫൗണ്ടേഷൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ നടത്തിയ പുതുയുഗ യാത്രയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പൗരപ്രമുഖരുടെ യോഗത്തിൽ വെച്ച് ജോൺസൺ ഫൗണ്ടേഷൻ കൺവീനർ ഔസേപ്പച്ചൻ മ്യൂസിക് അക്കാദമി എന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ യാഥാർത്ഥ്യമാക്കിയ വി ഡി സതീശന്റെ നടപടി ഏറെ പ്രശംസനീയമാണെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ MP വിൻസെന്റും കൺവീനർ ഔസേപ്പച്ചനും അഭിപ്രായപ്പെട്ടു. അക്ഷരക്കരുത്തിന്റെ കഥ പറഞ്ഞ് ജില്ലാ കളക്ടർ. ദേശീയ വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു. ഇന്ന് വായനാ ദിനത്തിന്റെ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ആരൊക്കെ ഒരു പുതിയ പുസ്തകമെടുത്ത് വായിക്കുവാൻ തുടങ്ങും? അയ്യന്തോൾ ഗവൺമെന്റ് HSSലെ വേദിയിൽ നിന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കിടയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഒരൊറ്റ മനസ്സോടെ 100-ലധികം കുരുന്നുകൈകൾ വായുവിലുയർന്നു. സദസ്സിൽ നിന്ന് ആവേശത്തോടെയുള്ള തലകുലുക്കലുകൾ ഉയർന്നു. ഔദ്യോഗിക പദവികളുടെ ഗാംഭീര്യമെല്ലാം മാറ്റിവെച്ച് കുട്ടികളോട് ഒരു കൂട്ടുകാരിയെപ്പോലെ കളക്ടർ സംവദിച്ചപ്പോൾ അത് വെറുമൊരു ഉദ്ഘാടന ചടങ്ങല്ല, മറിച്ച് അറിവിന്റെ വലിയൊരു അക്ഷരോത്സവമായി മാറി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി ദേശീയ വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇത്തരത്തിൽ ഹൃദ്യമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ പറഞ്ഞു തന്നിരുന്ന കഥകളിലൂടെയാണ് വായനയുടെ ലോകത്തേക്ക് എത്തിയത്. പിന്നീട് സ്വന്തമായി കഥാപുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ കിട്ടിയത് വാക്കുകൾക്കപ്പുറമുള്ള വലിയൊരു അനുഭൂതിയാണ്. ഒരിക്കൽ ആ അക്ഷരക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നെ തിരിച്ചു പോരുവാൻ ഒട്ടും തോന്നില്ല. നാട്ടിലെ വായനശാലയിൽ നടന്നുപോയി മത്സരബുദ്ധിയോടെ പുസ്തകങ്ങളെടുത്ത് വായിക്കുമായിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അക്കാലത്ത് പെൺകുട്ടികൾ വായനശാലകളിൽ പോകുന്നതും പുസ്തകങ്ങൾ എടുക്കുന്നതുമൊക്കെ വളരെ കുറവായിരുന്നു. എങ്കിലും അക്ഷരങ്ങളോടുള്ള ആ വാശിയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു കളക്ടറായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേയൊരു കാരണമേയുള്ളൂ, അത് വായനയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞപ്പോൾ സദസ്സിൽ നീണ്ട കരഘോഷം. കളക്ടർ നിറഞ്ഞ മനസ്സോടെ കുട്ടികൾ തന്ന കൈപ്പടയിൽ എഴുതിയ തങ്ങളുടെ വായനച്ചെപ്പ് എന്ന കയ്യെഴുത്ത് പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം ഇരട്ടിയായി. എഴുത്തിൽ പങ്കാളികളായ കുരുന്നുകളെ വേദിയിൽ വിളിച്ച് അഭിനന്ദിച്ച ശേഷമാണ് ജില്ലാ കളക്ടർ വേദിയിൽ നിന്നും മടങ്ങിയത്. ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷനായി. സാഹിത്യകാരനും പ്രസാധകനുമായ KJ ജോണി വായനാദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കുള്ള സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ വിതരണോദ്ഘാടനം PRD തൃശൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ C. അജോയ് നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി NP രാമചന്ദ്രൻ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബദറുദ്ദീൻ ഗുരുവായൂർ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് പട്ടം G. രാമചന്ദ്രൻ നായർ രചിച്ച PN പണിക്കരുടെ ജീവിതചരിത്രം സ്കൂൾ ലൈബ്രറിയിലേക്ക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ കൈമാറി. ചടങ്ങിനെ PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി KG ബാബുരാജ് സ്വാഗതവും PRD അസിസ്റ്റന്റ് എഡിറ്റർ KC ഹരിദാസ് നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ V. ശ്യാംലാൽ, അയ്യന്തോൾ ഗവൺമെന്റ് HSS പ്രധാനാധ്യാപിക AK അനീന, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി MA സാദിഖ്, PRD അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ C. കാർത്തിക, PTA പ്രസിഡന്റ് B. അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭരണകൂടം, തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ മിഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CR ദാസ് ഉദ്ഘാടനം ചെയ്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷം വഹിച്ചു. വായനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് പൊതുവിജ്ഞാന എഴുത്ത് പരീക്ഷയും സംഘടിപ്പിച്ചു. 25-ാം തീയതി വരെയാണ് നമ്മൾ ഈ ദിനങ്ങൾ ആചരിക്കുന്നത്, വായനാ ദിനം ആചരിക്കുന്നത്. ഈ 29-ാം തീയതി പ്രത്യേകത IV ദാസ് മാസ്റ്ററിന്റെ ജന്മദിനമാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഓർമ്മകൾ ആചരിച്ചുകൊണ്ടാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. വായനാ ദിനത്തിന്റെ പ്രസക്തിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ,
എത്ര പേര് പത്രം വായിക്കാറുണ്ട് ദിവസം? വായനാ ദിനാണല്ലോ. പേര് അല്ലെ 11 പേര്. ഇന്നിവിടെ 64 പേരാ പങ്കെടുക്കുന്നത്. 64 64 64 പേരില് 10 പേരാണ് പത്രം വായിക്കുന്നത്. അല്ലെ 10 11 പേര് ഒരാളുണ്ട് എല്ലാവരും. അപ്പൊ ഈ വായനാ ദിനത്തിന്റെ ആ പ്രസക്തി നമുക്ക് മനസ്സിലാകും. പത്രം വീട്ടിൽ വരുന്നവർ കയ്യിൽ നോക്കാൻ പറ്റും. വീട്ടിൽ പത്രമുള്ളവര് ഒക്കെ തന്നെ മിക്കവാറും സ്കൂളുകൾക്ക് വരുന്നുണ്ട്. അധ്യാപകർ നിങ്ങളോട് വായിക്കാൻ പറയാറുണ്ടോ? അതോ വായിക്കരുതെന്നാണോ പറയാറ്? വായിക്കരുത് എന്ന് പറയാറുണ്ടോ? അതോ വായിക്കണം എന്നാണോ പറയാറ്? എങ്ങനെയാ പറയാറ്? വായിക്കുന്ന പറയാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് വായിക്കുന്നില്ല? എന്തുകൊണ്ട് വായിക്കുന്നില്ല? നമ്മളിന്ന് വായനാ ദിനത്തിന്റെ പരിപാടിക്ക് വന്നിരിക്കണ്ടല്ലോ. പ്രിയപ്പെട്ട സിആർ ദാസ് മാഷെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കണല്ലോ നമ്മള്. അപ്പൊ നമ്മള് നിർബന്ധമായും സ്കൂളുകളിൽ പത്രം വരുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ പത്രം വരുന്നുണ്ട്. നിർബന്ധമായും നമ്മൾ നാളെ രാവിലെ മുതൽ പത്രം വായിക്കണം. ആളെ കണ്ടാൽ ചിരിക്കും, അല്ലേ? ചിരിച്ചാൽ ചിരിക്കും. പക്ഷെ നമ്മളൊന്ന് തുറച്ചു നോക്കിയാലും നോക്കിയാലുണ്ടാവും അവരും അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങളെ കൂട്ടുകാരെ വിളിച്ചു, നിങ്ങൾ എന്തോ വിളിച്ചു, കൂട്ടുകാരെ വിളിച്ചപ്പോഴോ എന്തോ വിളിച്ചു, മനസ്സിലായോ? അപ്പൊ എന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനാക്കിയിട്ടുണ്ട് അല്ലേ? കൂട്ടുകാരനാക്കിയിട്ടുണ്ടോ? ഞാൻ തലയൊക്കെ തിരിപ്പി ഇന്നടിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് കൂട്ടുകാരനാക്കാതിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ കൂട്ടുകാരനാക്കിയിട്ടുണ്ട് എന്നെ ഇല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? വായനാ ദിനം അല്ലേ? അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പറഞ്ഞു, ആരുടെ ജന്മദിനല്ല ചരമദിനാണെന്നാ പറഞ്ഞ്. പണിക്കരുത് അല്ലെ? PN പണിക്കരുത്, PK അല്ല. PN പണിക്കരുത് ചരമദിനം, മരിച്ചു തീർക്കാന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് PN പണിക്കരുതെന്ന് ചോദിക്കുന്നത്? അങ്ങനെ വേണമെങ്കിൽ വേണ്ട. ആരാണ് PN പണിക്കരുത്? ഉദാഹരണത്തിന് ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? എന്തെന്ന് പറയും? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ആദ്യത്തെ പ്രധാന മന്ത്രി. ആരാണ് EMS? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തെ അങ്ങനെ വലുതാണെന്നാണ് ഞാൻ കൂട്ടുകാരെ. ടോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനവാരം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജോഫി PJ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ് സ്വാഗതവും വായനവാരം കൺവീനർ രാഗി K ജോയ് നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് നിഷ മനോജ്, അധ്യാപകരായ റീബ മേരി, ദിവ്യ പോൾ B, വിദ്യാർത്ഥി പ്രതിനിധി ഇവാൻ ES തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കൂട്ടവായന, പ്ലക്കാർഡ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയും നടന്നു. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം
ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വായിച്ചു വളരൂ, ചിന്തിച്ച് വിവേകം നേടും. വായിച്ചു വളരൂ, ചിന്തിച്ച് വിവേകം നേടും. വായിച്ചു വളരൂ, ചിന്തിച്ച് വിവേകം നേടും. ജൂൺ 19 വായനാ ദിനത്തിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വായനാ ക്ലബ്ബ് ആരംഭിച്ചു. നടത്തറ പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ വിജീഷ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് M സത്യദേവൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ, CDS മെമ്പർ പ്രിയ ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് തിരികെ എത്തിക്കുന്നതിനും അതിലൂടെ അറിവ് പകരുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരായാലും വായനയിൽ നിന്നും വളരെയധികം അകന്നു പോയൊരു കാലഘട്ടമാണ്. എല്ലാവരും ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈലിലേക്കും സ്ക്രീനിലേക്കും ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വായനയുടെ പ്രസക്തി അത് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനും അതിനെക്കുറിച്ച് അറിവുകൾ പകരുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളെ ഓരോ ആളുകളും വായനാശീലം വളർത്തുന്നതിനുമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളും അതുപോലെ പരിപാടികളും നടത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ മികച്ച ഗ്രന്ഥശാലകൾ മൂർക്കിരിക്കരയുണ്ട്, ഏരമംഗലത്തുണ്ട്, പാലക്കാവ്, വിവിധ പ്രദേശങ്ങളിൽ നല്ല വായനശാലകളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവിടെ ആളുകൾ എത്തുന്നത് വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ലൈബ്രറിയിൽ വരെ ആളുകൾ വന്ന് പുസ്തകം നോക്കി വായിക്കാനും വരുന്നില്ല. അപ്പൊ അതൊരു കുറവ് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന കാലഘട്ടത്തിലെങ്കിലും നമ്മളെല്ലാവരും നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ അറിവും വിജ്ഞാനവും വെളിച്ചവും എല്ലാം നമുക്ക് പകർന്നു വരുന്ന പുസ്തക വായന നമ്മൾ എല്ലാവരും ആ വായനാശീലം വളർത്തിയെടുക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഉദ്ഘാടനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. രാമവർമ്മപുരം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വായനാ ദിനം ആചരിച്ചു. RMO ഡോക്ടർ സിനിയ, ഹോസ്പിറ്റൽ മാനേജറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇന്ദിര മോഹൻ, അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും കൂടുന്തോറും വായനാ ദിനത്തിന്റെ പ്രാധാന്യം കൂടി വരികയാണ് എന്നും കാലഘട്ടങ്ങൾക്ക് അതീതമായ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വായനയും അതിലൂടെ ലഭിക്കുന്ന അറിവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീന വർഗീസ് പറഞ്ഞു. പഞ്ചായത്ത് അംഗം അജു തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രശസ്ത മിമിക്രി താരവും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ കലാഭവൻ സലീം ചടങ്ങിൽ മുഖ്യാതിഥിയായി. മാസ്റ്റർ ആസിഫ് വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CA ധ്രുവാദേവി PN പണിക്കർ അനുസ്മരണം നടത്തി. പ്രധാന അധ്യാപിക VV സുധ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CPA പ്രസിഡന്റ് PP സരുൺ, TA സജിത തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നെന്താ പ്രത്യേകത? വായനാ ദിനം. വായനാ ദിനം എന്നാ നിലവിൽ വന്നതെന്നറിയോ? 1996 ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ? വായനാ ദിനം ആചരിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞ് വലിയ കവിനെ ഓർമ്മ വരും. നമ്മുടെ അജു മെമ്പർ പറഞ്ഞ പോലെ കുഞ്ഞിനി മാഷ് ഒരു കവിത പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞങ്ങനെ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും. അല്ലേ? നമ്മൾക്ക് അറിവുണ്ടാവണം നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. വായനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു വീടോ ഒരു കെട്ടിട പണിയായി നമുക്ക് എന്താ വേണ്ടേ? അതിന് അടിത്തറ വേണം. അടിത്തറ വേണമെങ്കിൽ എന്തെല്ലാം വേണം? ആദ്യം സ്ഥലം പോയി മേടിക്കണം, സ്ഥലം കാണിച്ചു കൊടുത്ത് അതിനൊരു എന്താ പറയാ സ്ഥാനം കണ്ട് അതിന് പാനം മാന്തി കല്ല് കെട്ടി ചെടിയൊക്കെ കുറച്ച് സെറ്റാക്കി പിന്നെ എന്താ പറയാ കോൺക്രീറ്റ് പണിതിന് ശേഷമാണ് നമ്മള് അതിൽ കട്ട് കെട്ടാൻ പറ്റില്ല. അടിത്തറ എന്നിട്ടാണ് നമുക്ക് തറയായിട്ട് വേണം. അത് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പഠനമാണ് മുന്നോട്ട് പോകണ്ടേ. ഈ പട്ടിക്കാട് സ്കൂൾ മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഭാഷയുടെ ഒരു വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ആരാണ്? സ്കൂളില് നിങ്ങൾക്കൊക്കെ അക്ഷരം പറഞ്ഞു തരുന്നാരാ? അവര് തന്നെയല്ലേ ഇപ്പൊ ഈ ഒരു വായനാ ദിന പരിപാടിയൊക്കെ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ളത് അല്ലേ? എന്നിട്ട് നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, ആ അധ്യാപകത്തെ നിൽക്കുന്നു. നമ്മൾ അവരൊന്ന് ആദരിക്കണ്ടേ, അഭിനന്ദിക്കണ്ടേ? അപ്പൊ എന്ത് വേണം? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നല്ല കൈയടി കൊടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക്. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ വായനാ ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിമോൾ ജോജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മച്ചാടിന്റെ മികച്ച വായനക്കാരനും MT വാസുദേവൻ നായരുടെ പ്രിയ തോഴനും ആരാധകനുമായ മങ്ങാടുവളപ്പിൽ ബാലകൃഷ്ണൻ MA മുഖ്യാതിഥിയായിരുന്നു. MTയുമായുള്ള അനുഭവങ്ങൾ കുട്ടികളുമായി അദ്ദേഹം പങ്കുവച്ചു. PTA പ്രസിഡന്റ് നിരേഷ TG, റോയ് മാസ്റ്റർ, വിജയകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. HM ഗായത്രി ദേവി ടീച്ചർ സ്വാഗതവും സീനിയർ അധ്യാപിക ഷീജ പോൾ നന്ദിയും പറഞ്ഞു. അതിനാണൻ കുഞ്ഞിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്ന നെടുവേർപ്പെട്ട ഗോവിന്ദൻകുട്ടി നസുരത്തിലെ അത് വായിച്ചപ്പോൾ ഞാനാണോ എന്നെ മനസ്സിൽ കണ്ടിട്ടാണോ ഇദ്ദേഹത്തെ എഴുതിയത്? അന്ന് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ പറ്റിയാണോ അത് എഴുതിയതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നിരാശാജനകം സാമ്പത്തിക സൗകര്യമുണ്ട്, കാരണന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അവര് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, എന്നൊക്കെ അവരൊക്കെ അവർക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം അങ്ങനെ വന്നത്. ഇപ്പൊ മക്കൾക്കും നല്ല നിലയിൽ എല്ലാവർക്കും സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് എല്ലാവരോടും പറയേണ്ടത്. കുട്ടികൾ നന്നായി വായിച്ചു വളരണം, എല്ലാവരും മിടുക്കന്മാരാവണം, മിടുക്കികളാവണം. ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പോയിട്ട് ഇപ്പോഴും ഉരുവിടാറുണ്ട്. ഇനിയിപ്പോ 1ാം ക്ലാസ്സിൽ പോയിട്ട് ഉരുവിട്ടുണ്ട്. Oh Mary, go and call the kettle home, and call the kettle home across the sands of day. The western wind was wild and danced home, and all along went she. Oh, is it to feed or fish or floating hair, a dress of golden hair, and rolled bridal hair above the nets at sea?
was our Salma and then so and so were among the states on D. Home they brought in warrior, he knows who കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് എ നാഗേഷ്, ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു, കെ പി ജോർജ്, ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. സബീഷ് മരുതയൂർ, പ്രസീദ് ദാസ്, സുധീഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും ശാശ്വത വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വെറും റോഡുകളും കെട്ടിടങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക ശക്തിയും നൽകുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതി ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്നും രാജ്യത്തിന്റെ ഭാവി വികസനം മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാൻ ജനങ്ങളും പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ നേട്ടങ്ങൾ വീടുതോറും എത്തിക്കുന്നതിനായി മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ രാജ്യവ്യാപകമായി ജനങ്ങളെ നേരിൽ സന്ദർശിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവസാനത്തെ പൗരനിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ജനസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്ന വിഷയത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. കേരളത്തിൽ എയിംസ് വരാനുള്ള സമയം എത്തിയതായി തനിക്ക് തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുയോജ്യമായ സ്ഥലങ്ങൾ നിർദ്ദേശിക്കേണ്ടതുണ്ടെന്നും എയിംസ് സ്ഥാപിക്കുന്നതിലൂടെ ആ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വികസനപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകൾക്ക് പ്രാധാന്യം നൽകണമെന്നാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ എയിംസ് കേരളത്തിൽ എവിടെയായാലും സ്ഥാപിക്കപ്പെടണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് 4 എയിംസുകളിൽ നിന്ന് 20ലേറെ എയിംസുകളിലേക്ക് വികസിപ്പിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കേരളത്തിലും എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തുടർന്ന് നടന്ന സംവാദ സെക്ഷനിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി മറുപടി നൽകി. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. കരിമത്രയിൽ രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം ആഘോഷിച്ചു. മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. കരിമത്ര മഹാത്മാ സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജന്മദിന കേക്ക് മുറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ജെയിംസ് കുണ്ടുകുളം അധ്യക്ഷനായി. യോഗത്തിൽ NM വിനീഷ്, സന്തോഷ് എറക്കാട്, CP ഔസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. AH സിദ്ദിഖ്, NM മുകുന്ദൻ, NR രജീഷ്, PA തോമസ്, PJ ഷാരോൺ, PV അൽഫോൺസ, SA ബഷീർ, ഉഷാറപ്പായി, PV ലോനപ്പൻ തുടങ്ങിയവർ ജന്മദിനാഘോഷത്തിന് നേതൃത്വം കൊടുത്തു. ഭവനരഹിതർക്ക് വീടൊരുക്കുവാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹോം ഫോർ എവ്രിവൺ പദ്ധതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2026-28 കാലയളവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 23 നടക്കും. രാവിലെ 9:30 DBCLC ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, ട്രഷറർ S ദേവരാജൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. പൊതുയോഗത്തിൽ തൃശൂർ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും വീടില്ലാത്ത ഓരോ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഹോം ഫോർ എവ്രിവൺ പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഘട്ടം ഘട്ടമായി പരമാവധി ഭവനരഹിത കുടുംബങ്ങൾക്ക് വീടൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ പദ്ധതി വിജയിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയും ഭാരവാഹികൾ പങ്കുവച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ നന്ദിയും രേഖപ്പെടുത്തും. തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ഹാജി മുഖ്യ വരണാധികാരിയായി നേതൃത്വം നൽകും.
പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ, ജില്ലാ സെക്രട്ടറി VT ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംപാടം കോരംകുളം ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം 2026 ജൂൺ 20, 21, 22 ദിവസങ്ങളിലായി ആഘോഷിക്കും. തന്ത്രി ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര്യ ചടങ്ങുകൾ നടക്കുക. 20 ശനിയാഴ്ച ലക്ഷാർച്ചന, വൈകിട്ട് കല്ലിടുക്ക് ശ്രീകല നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, 21 സമ്പൂർണ്ണ നാരായണീയ പാരായണം, ശുദ്ധിക്രിയകൾ, പാതിരക്കുന്ന് നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി, 22 പ്രതിഷ്ഠാദിനത്തിൽ വിശേഷാൽ പൂജകൾ, നിറമാല, നവകം, പഞ്ചഗവ്യം, കലശം, ശ്രീഭൂതബലി, സോപാന സംഗീതം, മഹാപ്രസാദ ഊട്ട്, വൈകിട്ട് ചുറ്റുവിളക്ക്, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരി മേളത്തോടുകൂടിയുള്ള ആന എഴുന്നള്ളിപ്പിന് പൂത്തൃകോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും. തുടർന്ന് പ്രതിഷ്ഠാദിനവും പ്രസാദ ഊട്ടും നടക്കും. നാരായണ കോരംകുളത്തപ്പ ശരണം. കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വരുന്ന ശനി, ഞായർ തിങ്കൾ 20, 21, 22 ദിവസങ്ങളിലായി ഭക്തി ആദരപൂർവം കൊണ്ടാടുകയാണ്. ആദ്യ ദിവസം 20-ാം തീയതി ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ലക്ഷാർച്ചന ആരംഭിക്കുന്നതാണ്. ലക്ഷാർച്ചനയുടെ കലശാഭിഷേകം 20ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠർ നിരവധി ലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൂജിച്ച് പുണ്യപൂരിതമാക്കിയ കലശം ഭഗവാനെ വൈകിട്ട് അഭിഷേകം ചെയ്യുന്ന ഈ ഒരു പ്രധാന ചടങ്ങാണ് ലക്ഷാർച്ചനയിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ലക്ഷാർച്ചനയ്ക്ക് ശേഷം കല്ലിടുക്ക് ശ്രീകല നൃത്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 21-ാം തീയതി ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ആചാര്യ ജയശ്രീ ശിവരാമൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. ആയതിനുശേഷം ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ ഉണ്ടായിരിക്കും. പാതിരാക്കുന്ന് നീലകണ്ഠൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ സർപ്പക്കാവിൽ സർപ്പപൂജയും സർപ്പബലിയും ഉണ്ടായിരിക്കുന്നതാണ്. അതിവിശേഷമായ ചടങ്ങുകളാണിത്. 22-ാം തീയതി തിങ്കളാഴ്ച ഭഗവാന്റെ പിറന്നാൾ ദിവസം, മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്രമായ പിറന്നാൾ ദിവസം വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ കലശാഭിഷേകം, 25 കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം എന്താ പറയുക, തൃക്കൂര് സംഗീത ശിവശങ്കരൻ്റെ സോപാന സംഗീതം ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകിട്ട് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പൂരമെഴുന്നള്ളിപ്പ്, കിഴക്കൂട്ട് അനിയന്മാരായരുടെ പ്രമാണത്തിൽ പൂരമെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പൂതൃക്കോവിൽ പാർത്ഥസാരഥിയാണ് തിടമ്പേറ്റുന്നത്. ഈ 3 ദിവസങ്ങളിലും രാത്രി പ്രസാദൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് പിറന്നാൾ ദിവസം ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾ ഭംഗിയാക്കുവാൻ, ഐശ്വര്യമാക്കുവാൻ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരെയും പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകളിലേക്കും പ്രസാദൂട്ടിലേക്കും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ഏറെ ഭക്തിപൂർവം, സ്നേഹപൂർവം, വിനയപൂർവം ക്ഷണിക്കുന്നു. ഓ നമോ നാരായണ. കോരംകുളത്തപ്പ ശരണം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിനു വേണ്ടി CGHS സെന്റർ തൃശൂരിലും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 25 തൃശൂർ ടൗൺ ഹാളിൽ CGHS ഗുണഭോക്താക്കളുടെ മഹാസമ്മേളനം തൃശൂർ MP സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് CGHS വെൽഫെയർ അസോസിയേഷൻ സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, തൃശൂർ MLA രാജൻ ചേപ്പല്ലൻ, മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയ് തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ 500-ൽ പരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഔദ്യോഗിക കണക്ക്. വാർത്താസമ്മേളനത്തിൽ C നന്ദകുമാർ, K ശ്രീധരൻ, VS സജീവൻ, AV ശ്രീകുമാർ, MC അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാർ അപ്രി മെത്രാപൊലീത്തൻ സുവർണ ജൂബിലി ഭവനദാന പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു.
പൗരസ്ത്യ ഖൽദായ സുറിയാനി സഭ മാർത്താമറിയം വലിയ പള്ളിയുടെ സാമൂഹ്യ പ്രതിബദ്ധത പരിപാടികളിൽ ഉൾപ്പെട്ട പ്രഥമ ഭവനദാന പദ്ധതിയായ വെങ്ങനശ്ശേരിയിലെ മാർ അപ്രേ മെത്രാപ്പൊലിത്തൻ സുവർണ ജൂബിലി ഭവനദാന പദ്ധതിയിലൂടെ 10 വീടുകൾ നൽകിയിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കല്ലിടൽ കർമ്മം അഭിവന്യ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത വെങ്ങനശ്ശേരിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിച്ചു. ഇപ്പോൾ നിർമ്മാണോദ്ഘാടനം നടന്ന 18 വീടുകളുടെ പദ്ധതിയാണ് മാർ ഔഗ്യൻ കുര്യാക്കോസ് ഭവനദാന പദ്ധതി. 3 നിലകളിലായി നിർമ്മിക്കുന്ന 18 ഭവനങ്ങൾക്ക് ഏകദേശം 3 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി അർഹതപ്പെട്ടവർക്ക് ഏൽപ്പിക്കുന്നതാണ് എന്ന് മാർത്താമറിയം വലിയ പള്ളി പാരിഷ് കമ്മിറ്റി അറിയിച്ചു. വലിയ പള്ളി വികാരി റവറൻ ഫാദർ ഡേവിസ് തലോക്കാരൻ, മുൻ വികാരി റവറൻ ഫാദർ KR ഇനാശു, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ഫ്രെഡി ഡോൺ, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി, വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ ജോസഫ്, കൈക്കാരന്മാരായ രാജു ഇമ്മട്ടി, വിൽസൺ ഇമ്മട്ടി, ആർക്കിടെക്ട് ഫ്രാൻസിസ് ചാണ്ടി, ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ IG ജോയ്, ചാൾസ് ചിറ്റിലപ്പിള്ളി, സോജൻ P ജോൺ, ആന്റണി അറങ്ങാശ്ശേരി, DI റോയ്, സേവിയർ കൺസ്ട്രക്ഷൻസ് ഉടമ സേവിയർ, മറ്റ് ഇടവക സഭാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. പവനൻ സെക്യുലർ അവാർഡ് കൂരിപ്പുഴയ്ക്ക് പവനപർവത്തിൽ ജൂൺ 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ സമർപ്പിക്കുമെന്ന് കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പവനൻ അനുസ്മരണ സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുരസ്കാര സമർപ്പണം നടത്തും. SSLC പരീക്ഷയിൽ ജാതിയും മതവും വേർപെടുത്താതെ പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്കുള്ള മതമില്ലാത്ത ജീവൻ അവാർഡുകൾ കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവം, വൈസ് പ്രസിഡന്റ് TK ശക്തിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C ചന്ദ്രബാബു, തൃശൂർ ജില്ലാ സെക്രട്ടറി AR സതീഷ്, ജോയിന്റ് സെക്രട്ടറി MK ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 13 വർഷത്തിനു ശേഷം കാർഷിക സർവകലാശാല യൂണിയൻ വീണ്ടും KSUവിന്. കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് KSUവിന്റെ ആഹ്ലാദ പ്രകടനം നടത്തി. കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 17-നെതിരെ 23 വോട്ടുകൾക്കാണ് KSUവിന്റെ മിക്ക സ്ഥാനാർത്ഥികളും വിജയിച്ചത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ CP ഹരിനന്ദൻ യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂണിയൻ വൈസ് പ്രസിഡന്റായി 2 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വെള്ളാനിക്കര ഫോറസ്റ്റ് കോളേജിലെ നീനു കെയും വെള്ളായണി കാർഷിക കോളേജിലെ രാജ്മോഹനും തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തവന്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ K റിൻഷാദ് തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറി സ്ഥാനത്തേക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ നൌഫിയ തെരഞ്ഞെടുക്കപ്പെട്ടു.
തെരഞ്ഞെടുക്കപ്പെട്ടവരെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വിജയികൾക്ക് ആദരവുമായി എത്തി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എത്തി ആഹ്ലാദ പ്രകടനം സമാപിച്ചു. ആകെ 40 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ ഉള്ള തെരഞ്ഞെടുപ്പാണ് കാർഷിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ വർഷം എല്ലാ സീറ്റുകളിലേക്കും KSU 1 വോട്ടിന് പരാജയപ്പെട്ടു. അന്ന് SFI, ASFI, സ്വതന്ത്ര മുന്നണി തുടങ്ങിയവർ ഒരു മുന്നണിയായി മത്സരിച്ചതോടെ KSU പരാജയപ്പെടുകയായിരുന്നു. ഈ വർഷം എല്ലാ പോസ്റ്റുകളിലേക്കും വ്യക്തമായ ഭൂരിപക്ഷം KSUവിന് നേടാനായി. കാർഷിക സർവകലാശാലയിൽ യൂണിയൻ തിരിച്ചുപിടിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ പോരാട്ടത്തിലേക്കുള്ള പോർമുഖം തീർത്തുകൊണ്ടാണ് നമ്മൾ ഇത് വിജയിച്ചു കയറി വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വളരെ കേവലം ഒരൊറ്റ വോട്ടിന് നമ്മൾ പരാജയപ്പെട്ട ഈ യൂണിവേഴ്സിറ്റി നമ്മൾ വലിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി നമ്മൾ ഇന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇത് SFIക്കുള്ള ഒരു വാക്യതാണ്. നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റികൾ തിരിച്ചു പിടിച്ചു, ഭരണപക്ഷത്തിരിക്കുമ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റി തിരിച്ചു പിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത് വിജയിച്ചു കയറിയ മുഴുവൻ സഹപ്രവർത്തകരെയും സംസ്ഥാന KSU കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതൊരു വിജയ തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും ഉജ്ജ്വലമായ വിജയത്തോടുകൂടി കേരള വിദ്യാർത്ഥി യൂണിയൻ വലിയ പോരാട്ടവും മുന്നേറ്റവും കാഴ്ചവെക്കുന്നത് മാത്രം പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി ലയൺസ് ക്ലബ് 318Dയുടെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ലിപ്സ് സെന്റർ പദ്ധതിയുടെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 20 തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലുള്ള ലയൺ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ T. ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തൃശൂർ MLA രാജൻ പല്ലൻ മുഖ്യാതിഥിയായി എത്തും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും. കേരളത്തിൽ ലയൺസിന്റെ 2ാമത്തെ കേന്ദ്രമാണിത്. ഈ കേന്ദ്രത്തിൽ 7000 കാലുകൾ ഇതുവരെ നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്തു. ഏകദേശം 500 കാലുകൾ ഒരു വർഷം നിർമ്മിക്കുവാനുള്ള ശേഷിയാണ് കേന്ദ്രത്തിനുള്ളത്. 40 ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചെലവ് വന്നത്. അപകടങ്ങൾ മൂലമോ രോഗങ്ങൾ മൂലമോ കാലുകൾ നഷ്ടപ്പെട്ട ദുരന്തമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരുവാൻ ഈ സൗജന്യ കൃത്രിമ കാലുകൾ നിർമ്മാണ യൂണിറ്റ് വലിയൊരു സഹായകമാകും. കാലുകളുടെ സൗജന്യ വിതരണം വിവിധ കോർപ്പറേറ്റ് കമ്പനികളുടെയും ലയൺസ് ക്ലബ്ബുകളുടെയും സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ T. ജയകൃഷ്ണൻ, ജെയിംസ് വളപ്പില, സുരേഷ് വാര്യർ, റോണി CJ, ആന്റണി പോട്ടോകാരൻ, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് ആവേശം പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിലേക്ക്. വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. വായനാ ദിനമായ ജൂൺ 19 വെള്ളിയാഴ്ച പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ വെച്ച് ലോകകപ്പ് ആവേശത്തിൽ പങ്കുചേരുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പട്ടിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് MK സുധീഷ് അധ്യക്ഷത വഹിച്ച പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറമ്പുള്ളി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു.
വായനാ ദിനം ആചരിക്കുന്നതിന്റെ പ്രശസ്തിയും ദേശീയ തലത്തിൽ തന്നെ ഗ്രന്ഥശാല പ്രവർത്തകങ്ങളുടെ സ്ഥാപക നേതാവ് കൂടിയായ PN പണിക്കരുടെ ചരമദിനത്തിലാണ് വായനാ ദിനം ആചരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോബി പറമ്പിളി പറഞ്ഞു. ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതിനും ഇന്നത്തെ പരിപാടി ഒരു തുടക്കം മാത്രമാണെന്നും യൂത്ത് വിംഗ് പ്രസിഡന്റ് MK സുധീഷ് അറിയിച്ചു. യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറമ്പിള്ളി, വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് സരുൺ നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ ഒട്ടേറെ വിലയേറിയ പുസ്തകങ്ങൾ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് സംഭാവന നൽകി. കൂടാതെ പങ്കെടുത്ത കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സുധ, യൂത്ത് വിംഗ് സെക്രട്ടറി ഷിനോയ് കല്ലടയിൽ, ട്രഷറർ അനു ഭാസ്കർ, മറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളും യൂത്ത് വിംഗ് പ്രവർത്തകരും ഒട്ടേറെ വ്യാപാരികളും ടീച്ചർമാരും പരിപാടിക്ക് നേതൃത്വം നൽകി. വായനാ ദിനം, ഈ വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കാണ് നടത്തപ്പെടുന്നതെന്നറിയോ? പറഞ്ഞേ. PN പണിക്കർ. നല്ലൊരു കൈഡി കൊടുക്കാട്ടാ, കാരണം ആ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അപ്പോ അതിനോടനുബന്ധിച്ച് ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് പെനാൽറ്റി ഷൂട്ടൗട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനായിട്ട് കടന്നു വന്ന കുഞ്ഞുമക്കളെയും ടീച്ചർമാരെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഇവിടെ ഈ സ്കൂളിൽ വെക്കാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ മുമ്പ് ജേഴ്സി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മളിവിടെ ഒരു ടീമായിട്ട് ഒരു ഫുട്ബോൾ ടീം നമ്മളിവിടെ സെറ്റ് ചെയ്യണം ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് പോയാലും അവിടെ നമ്മളൊരു ഫുട്ബോൾ ടീം ആവണം. പ്രധാന വാർത്തകൾ വീണ്ടും. UDF സർക്കാരിന്റെ 2026-27 ജനകീയ ബഡ്ജറ്റ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചു. തൃശൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഉണർവേകുന്ന ബഡ്ജറ്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. അക്ഷരകരുത്തിന്റെ കഥ പറഞ്ഞ് ജില്ലാ കളക്ടർ ദേശീയ വായനാ ദിന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു. മാണിക്കത്ര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.